ആവേശക്കടലായി തലശ്ശേരിയിൽ കൊട്ടിക്കലാശം. മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് പ്രവർത്തകർ ഏറെ ആവേശത്തിലാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. വേനൽ ചൂടിനേക്കാൾ വലിയ രാഷ്ട്രീയ ചൂടിൽ കയ്യും മെയ്യും മുറുക്കിയുള്ള മുന്നണികളുടെ 1.5 മാസം നീണ്ടുനിന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് തലശ്ശേരി ടൗണിൽ ആവേശോജ്വലമായ കൊട്ടിക്കലാശം. സംഘർഷമുണ്ടാകാതിരിക്കാൻ മുന്നണി നേതാക്കളും പോലീസും കേന്ദ്രസേനയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ, UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ എന്നിവരുടെ കലാശക്കൊട്ടാണ് തലശ്ശേരിയിൽ നടന്നത്. അവഗണിച്ചു പോകട്ടെ, ചില ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റഗ്രാം പോസ്റ്റും ഒക്കെയാണ്, നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ഇവിടെ ചില മാധ്യമങ്ങളുടെ പേജ് പോലും വ്യാജമായി ക്രിയേറ്റ് ചെയ്തു. മാതൃഭൂമി ഓൺലൈൻ അതിനകത്ത് ഞാൻ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർത്തു. ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്തിട്ടില്ല, അത് വ്യാജമാണ്. അവർ തിരുത്തി കൊടുത്തു. ആത്മീയ ആചാര്യന്മാരുടെ ലെറ്റർ ഹെഡ് പോലും കൃത്രിമമായി സൃഷ്ടിച്ച് അതിനകത്ത് തെറ്റായ പ്രചരണം നടത്തുന്നവർക്ക് ഈ ജനത മറുപടി കൊടുക്കുമെന്ന് നിങ്ങൾ സൂക്ഷിക്കണം. അതിനകത്ത് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു, കാന്തപുര ഉസ്താദിൻ്റെ ലെറ്റർ ഹെഡിനകത്ത് നമ്മളെ മോശമായിട്ട് പറയുന്ന രീതിയിൽ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിയില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്കതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. തലശ്ശേരിയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം ലഭിച്ചു. 3 സ്ഥാനാർത്ഥികളും തുറന്ന വാഹനങ്ങളിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകി. സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ട് DJ സംഗീതവും നൃത്തവും കട്ടൗട്ടുകളും സ്ഥാനാർത്ഥികളുടെ മുഖചിത്രങ്ങളുള്ള പ്ലക്കാർഡ് ഉയർത്തിയും കൊടികളുടെ നിറത്തിലുള്ള ബലൂണുകൾ ഉയർത്തിയും പ്രവർത്തകർ കൊട്ടിക്കലാശത്തിന് വർണ്ണപ്പകിട്ടേറി. നൂറുകണക്കിന് ബൈക്കുകളുടെയും മറ്റു വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് കൊട്ടിക്കലാശം നടത്തിയത്. നിരവധി പ്രവർത്തകർ കലാശക്കൊട്ടിൽ അണിനിരന്നു. നിരവധി പേർ കലാശക്കൊട്ട് കാണാനായും എത്തിച്ചേർന്നു. യുവാക്കളുടെ ഹരമായ മതേതരത്വത്തിന്റെ മുഖമായ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന തലശ്ശേരിയുടെ